ട്രംപിന് ഇരുട്ടടി നൽകി റഷ്യയുടെ വമ്പൻ പ്രഖ്യാപനം. ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വിലയിൽ 50% കുറവ് നൽകും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കുള്ള റഷ്യയുടെ കൂറ്റൻ മിന്നൽ സ്ട്രൈക്ക് തന്നെയാണ്. ഇതോടെ അരയും തലയും മുറുക്കി ഇന്ത്യയുടെ വമ്പൻ നീക്കം നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ റഷ്യയുടെ ഡെപ്യൂട്ടി വ്യാപാര പ്രതിനിധിയായ എവൻജി ഗ്രിവ എന്ന വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: യുഎസിൽ നിന്നുള്ള സമ്മർദ്ദവും ഉപരോധങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും റഷ്യ ഇന്ത്യക്ക് 50% കിഴിവിൽ എണ്ണ വിതരണം ചെയ്യും. അത് ആര് വിചാരിച്ചാലും ഇനി തടയാൻ കഴിയില്ല. രാഷ്ട്രീയ സാഹചര്യം അത് ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യ ഏകദേശം ഒരേ അളവിലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യും. ഡിസ്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാണിജ്യ രഹസ്യമാണ്. കാരണം ഇത് സാധാരണയായി ബിസിനസ്സുകാർ തമ്മിലുള്ള സംഭാഷണം മാത്രമാണ്. അതായത് രഹസ്യമായ സംഭാഷണം. ഏകദേശം 5% ഇത് ചാഞ്ചാടുന്നതാണ്. പക്ഷേ സാധാരണയായി ഇത് ±5% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യാപാരത്തെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. ഇന്ത്യക്ക് കുറെ അധികം പ്രതിസന്ധി വന്നെങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ എടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊണ്ട് യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ട് എന്ന് അമേരിക്ക ആരോപിക്കുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ന്യൂഡൽഹിയിൽ 50% തീരുവ ചുമത്തുകയും ചെയ്തു. മാത്രമല്ല, റഷ്യ എണ്ണയ്ക്കുള്ള ആഗോള ക്ലിയറിംഗ് ഹൗസായി തന്നെ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. അതായത് ഉപരോധം ഏർപ്പെടുത്തിയ ക്രൂഡ് ഓയിലിനെ ഉയർന്ന മൂല്യമുള്ള കയറ്റുമതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതേസമയം മോസ്കോയ്ക്ക് ആവശ്യമായ ഡോളർ നൽകുന്നു. വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവോരോ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, തുകൽ കയറ്റുമതി തുടങ്ങിയ മേഖലകളെ സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള യുഎസിന്റെ അന്യായവും അതുപോലെ തന്നെ നീതിക്ക് നിരക്കാനാവാത്തതും യുക്തിരഹിതവുമായ നീക്കത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തിക സമ്മർദ്ദത്തിൽ മുന്നിൽ അതായത് ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. യുക്രൈൻ സംഘർഷം തുടരുന്നതിൽ നിന്ന് റഷ്യ യുക്രൈൻ സംഘർഷം തടയാൻ വേണ്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന നടപടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നതെന്നായിരുന്നു കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. അതുപോലെ റഷ്യയിൽ ദ്വിതീയ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു ഉപരോധങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശമെന്നും ഇവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: നോക്കൂ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് വലിയ തോതിൽ പൊതുജന സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ ഇന്ത്യക്കെതിരായ ഉപരോധങ്ങളും മറ്റു നടപടികളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം സ്വയം വ്യക്തമാക്കുകയാണ്. കൂടാതെ ഏതെങ്കിലും മീറ്റിംഗ് നടക്കുന്നത് അതിനു മുൻപേ തന്നെ 1 മാസം കൂടി കാത്തിരിക്കണമെന്ന് ഉന്നയിക്കപ്പെട്ട മറ്റുള്ളവരുടെ ആശയങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കവും നടത്തിയില്ല എങ്കിൽ മോസ്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവരുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്ക നേരത്തെ തന്നെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു. റഷ്യയുടെ എണ്ണ വാങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ ചൈനയും ഇന്ത്യയുമാണ്. ആയതിനാൽ തന്നെയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും മേൽ വലിയ തീരുവ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരികയും എന്നാൽ ഈ ഒരു ഭീഷണി ഇപ്പോൾ ട്രംപിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കാണുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.